2025-26 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ കാണുന്നത്. CSSുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചോദ്യം ഒന്ന് വായിക്കാം. ഹരിത വിദ്യാലയ റിയാലിറ്റി ഷോയുടെ ഒരു വെബ് പേജ് നൽകിയിരിക്കുന്ന മാതൃകയിൽ തയ്യാറാക്കുക. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു വെബ് പേജ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനായി exam10_documents-ലുള്ള ഹരിത വിദ്യാലയം .html എന്ന ഫയലിൽ ചുവടെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. നമുക്ക് നൽകിയിട്ടുള്ള exam10_documents എന്ന ഫോൾഡറിലെ ഹരിത വിദ്യാലയം .html എന്ന ഫയലിലാണ് ചുവടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതിനായി ആദ്യമായി നമുക്ക് ഹരിത വിദ്യാലയം .html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്ത് exam10_documents എന്ന ഫോൾഡർ തുറന്ന് ഇവിടെ നൽകിയ ഹരിത വിദ്യാലയം .html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിലൂടെ തുറന്നാൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ. അതിനു മുമ്പേ ഫയൽ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം. പരിശോധിക്കുന്നതിന് വേണ്ടി ഹരിത വിദ്യാലയം .html എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. യഥാർത്ഥത്തിൽ ഈ വെബ് പേജ് ഈ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് മാറ്റം വരുത്തുന്നതിനായി ടെക്സ്റ്റ് എഡിറ്ററിലൂടെ ഇത് നാം തുറക്കേണ്ടതുണ്ട്. ഇപ്പോൾ നാം കണ്ടിരിക്കുന്ന വിൻഡോ ക്ലോസ് ചെയ്യുക. ശേഷം ഹരിത വിദ്യാലയം .html എന്ന HTML ഫയൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. ചോദ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ സാധിക്കും. ചോദ്യം ഒന്നുകൂടി പരിശോധിക്കാം. നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹരിത വിദ്യാലയം .html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലിലാണ് മാറ്റം വരുത്തേണ്ടത്. CSS ഉപയോഗപ്പെടുത്തിയാണ് നാം ഈ മാറ്റങ്ങൾ വരുത്തുന്നത്. മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് തലക്കെട്ടിന് അഥവാ ഹെഡിങ് #00800 എന്ന നിറം നൽകി പേജിന്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഹെഡിങ് എന്നുള്ളത് നമുക്കിവിടെ അറിയാം. ചിത്രത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹരിത വിദ്യാലയം എന്നുള്ളതാണ് തലക്കെട്ട്. അതിൻ്റെ നിറം മാറ്റുന്നതിനായി ഹെഡിങ് സ്റ്റൈൽ പരിശോധിക്കുക. ഇവിടെ ഹെഡിങ് H1 എന്ന് നൽകിയിരിക്കുന്നതാണ് പ്രധാന ഹെഡിങ്. ഇവിടെ കളർ എന്ന ഭാഗത്ത് നൽകിയിരിക്കുന്ന കോഡിന് മാറ്റം വരുത്തുക. നൽകിയിരിക്കുന്ന കോഡ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന #00800 എന്ന നിറം നൽകുക. #00800. ആ മാറ്റം നാം ഇവിടെ വരുത്തിയിട്ടുണ്ട്. അടുത്ത മാറ്റത്തിനായി ചോദ്യം ഒന്നുകൂടി പരിശോധിക്കാം. ഹെഡിങ് അഥവാ തലക്കെട്ട് പേജിന്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കേണ്ടതുണ്ട്. പേജിന്റെ മധ്യഭാഗത്തായി ഹെഡിങ് ക്രമീകരിക്കുന്നതിനായി കോഡിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിനായി ടെക്സ്റ്റ് അലൈൻ എന്ന് നൽകിയിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് ആണ്. അത് മാറ്റം വരുത്തി സെന്റർ എന്നുള്ളതാക്കി മാറ്റേണ്ടതുണ്ട്. ലെഫ്റ്റ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് സെന്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ രണ്ട് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഹെഡിങ് കളർ #00800 എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് അലൈൻ സെന്റർ ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പരിശോധിക്കാം. പാരഗ്രാഫുകൾക്ക് അക്ഷര വലുപ്പം
20px എന്ന് നൽകിയിട്ടുണ്ട്. ആ മാറ്റവും വരുത്തിയ ശേഷം സേവ് സങ്കേതം ഉപയോഗപ്പെടുത്തി exam10_product എന്ന ഫോൾഡറിലേക്ക് രജിസ്റ്റർ നമ്പർ HV 2025 എന്ന പേരിൽ സേവ് ചെയ്യുകയാണ് വേണ്ടത്. പാരഗ്രാഫുകൾക്ക് അക്ഷര വലിപ്പം 20 ആക്കി മാറ്റുന്നതിനായി കോഡുകൾ ഒന്നുകൂടി പരിശോധിക്കാം. ഇവിടെ പാരഗ്രാഫ് എന്ന് പറയുന്നത് P എന്ന് നൽകിയിരിക്കുന്ന ഭാഗത്താണ് പാരഗ്രാഫിന്റെ സ്റ്റൈൽ നമുക്ക് മാറ്റാൻ സാധിക്കുക. ഇവിടെ ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ നൽകിയിട്ടുണ്ട്. ഫോണ്ട് സൈസ് 10px എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 10px എന്നുള്ളത് മാറ്റി 20px 20px ആക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ചോദ്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പോലെ 3 മാറ്റങ്ങളും നാം വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഫയൽ സേവ് ചെയ്യുന്നതിനായി മുകളിൽ സേവ് എന്ന ബട്ടന് തൊട്ടടുത്തായി കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. ഇവിടെ ഹോം ഫോൾഡറിലെ exam10_products എന്ന ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ HV എന്ന് നൽകാനാണ് ചോദ്യത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് നൽകുന്നു. ശേഷം നമുക്കിവിടെ സേവ് ബട്ടൺ ഉപയോഗപ്പെടുത്തി സേവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നാം മാറ്റം വരുത്തിയ HTML ഫയൽ ഒന്ന് പരിശോധിക്കാം. മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഹോം ഫോൾഡറിലെ exam10_products എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് നാം തയ്യാറാക്കിയ അഥവാ നാം മാറ്റം വരുത്തിയ ഫയൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന പോലെ ഹെഡിങ് സെൻറ്ററിലേക്ക് ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ പാരഗ്രാഫിൻ്റെ സൈസ് 10 പിക്സൽ എന്നുള്ളത് മാറ്റി 20 പിക്സൽ ആക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതോടെ ഈ പ്രവർത്തനം പൂർത്തിയായി.